നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുക്കാട് മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിലെ 20 റോഡുകൾക്കായി 600 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. പച്ചളിപ്പുറം കല്ലുപാലം ഭാഗത്ത് നവീകരണം ആരംഭിച്ചതിനാൽ മണ്ണമ്പേട്ട മാവിൻചോട് റോഡിൽ ഗതാഗതം നിരോധിച്ചു. വലിയ വെള്ളക്കെട്ടുണ്ടാവുന്ന ഭാഗത്ത് ഇന്റർലോക്ക് ടൈൽ വിരിക്കലും കല്ലുപാലത്തിൽ കോൺക്രീറ്റിംഗുമാണ് നടത്തുന്നത്. ജനവാസ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗ ശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കിങ്ങൽ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. അബുദാബിയിൽ ഷിപ്പിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ കല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കല്ലൂർ അർണാട്ടുകരക്കാരൻ 50 വയസ്സുള്ള ബാബുവിനെയാണ് പോലീസ് പിടികൂടിയത്. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ താലപ്പൊലി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരന്തരപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വരന്തരപ്പള്ളി വിമലകൃത പള്ളിയിലെ അമ്പുതിരുനാളിന് ബുധനാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ പള്ളിയിലെ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനസിന്റെയും സംയുക്ത തിരുനാളിന് ബുധനാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കെ രാമേന്ദ്രൻ MLA നൽകിയ പ്രപ്പോസലിൽ നിന്നുമാണ് 20 റോഡുകൾക്ക് തുക അനുവദിച്ചിട്ടുള്ളത്. മണലി മടവാക്കര റോഡ് 35 ലക്ഷം, ആലങ്ങാട് ഭരത റോഡ് 30 ലക്ഷം, വയലൂർ ആലത്തൂർ മെയിൻ റോഡ് 30 ലക്ഷം, പൗണ്ട് കാരികുളം കടവ് കൽക്കുഴി റോഡ് 25 ലക്ഷം, കോടാലി കടമ്പോട് മോനടി വെള്ളിക്കുളങ്ങര റോഡ് 40 ലക്ഷം, പാലക്കുന്ന് ആണ്ടിക്കുന്ന് കാവലൂർ റോഡ് 20 ലക്ഷം, മറവാഞ്ചേരി നോർത്ത് റോഡ് 25 ലക്ഷം, FSC തിരുവള്ളക്കാവ് റോഡ് 45 ലക്ഷം, ഞെരുവിശ്ശേരി ആറാട്ടുപുഴ റോഡ് 25 ലക്ഷം, വലിയകുളം ചുങ്കൻമൂല പൂക്കോട് റോഡ് 25 ലക്ഷം, ഗുരുവിജയ CG ജനാർദ്ദനൻ റോഡ് 30 ലക്ഷം, കാവനാട് റോഡ് 43 ലക്ഷം, ചെമ്പുച്ചിറ തേക്കിങ്കാട് റോഡ് 30 ലക്ഷം, പന്തല്ലൂർ മറ്റത്തൂർ റോഡ് 30 ലക്ഷം, മുപ്ലിയം മുത്തുമല റോഡ് 25 ലക്ഷം, കുന്നിശ്ശേരി തലോർ റോഡ് 20 ലക്ഷം, KR ബാബു സ്മാരക റോഡ് 45 ലക്ഷം, പാലപ്പള്ളി വെള്ളിക്കുളങ്ങര റോഡ് 40 ലക്ഷം, കപ്ലിക്കാട്ട് ശ്രീ വള്ളി തെക്കേ റോഡ് 25 ലക്ഷം, കാഞ്ഞിരക്കടവ് റോഡ് കാനനിർമ്മാണം 20 ലക്ഷം എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പച്ചളിപ്പുറം കല്ലുപാലം ഭാഗത്ത് നവീകരണം ആരംഭിച്ചതിനാൽ മണ്ണമ്പേട്ട മാവിൻചോട് റോഡിൽ ഗതാഗതം നിരോധിച്ചു. വലിയ വെള്ളക്കെട്ടുണ്ടാവുന്ന ഭാഗത്ത് ഇന്റർലോക്ക് ടൈൽ വിരിക്കൽ, കല്ലുപാലത്തിൽ കോൺക്രീറ്റിംഗ് നടത്തൽ എന്നീ ജോലികളാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചത്. ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന റോഡ് കഴിഞ്ഞ നവംബറിൽ നവീകരിച്ചെങ്കിലും വെള്ളക്കെട്ട് സ്ഥിരമായി ഉണ്ടാവുന്ന ഭാഗം മാത്രം കോൺക്രീറ്റിംഗ് നടത്താനായില്ല. ഇവിടെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. ചെങ്ങാലൂര് മണ്ണമ്പേട്ട മാവിൻചോട് റോഡിന്റെ ഒരു ഭാഗം നമ്മൾ BMBC കഴിഞ്ഞ് ഒരു 70 മീറ്ററോളം വിട്ട് ഗ്യാപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തിരി വാട്ടർ ബൗണ്ട് ഏരിയയാണ്, അതായത് വെള്ളത്തിന്റെ എഫക്ട് കൂടുതലുള്ളതാണ് അതിന്റെ. അപ്പൊ അതുകൊണ്ട് ടാറിങ് ചെയ്താൽ നിൽക്കില്ല എന്നൊരു ഇതുള്ളത് കൊണ്ട് അവിടെ ടൈല് ചെയ്യാനായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തിന്റെ വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ച് നാളായി GST മെറ്റമിക്സ് ഒക്കെ ഇട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി ഇപ്പൊ ടൈല് വിരിക്കല് എന്ന് ആരംഭിച്ചിട്ടുണ്ട്. 15-20 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടികൾ ഓടാൻ സാധിക്കുള്ളൂ. അതുവരെ ഈ ഭാഗത്തെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഈ റോഡിലൂടെയുള്ള ഈ കല്ലുപാലം റോഡ് പാലത്തിന്റെ ഭാഗം. ഫെബ്രുവരി 21 വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി മരാമത്ത് കൊടകര റോഡ്സ് സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീന ജോസഫ് അറിയിച്ചു. ജനവാസ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗ ശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കിങ്ങൽ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, K ഗോപാലകൃഷ്ണൻ, EM ഉമ്മർ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഫൈസൽ ഇബ്രാഹിം, CH സാദത്ത്, ഹനീഫ കേളംപടിക്കൽ, ബാബു തച്ചിലേട്ട, ജോർജ് കൂരാമ്പുറം, ബേബി കണ്ണമ്പടത്തി എന്നിവർ പ്രസംഗിച്ചു. തോമസ് കാവുങ്ങൽ, ലിനോ മൈക്കിൾ, തങ്കമണി മോഹനൻ, തങ്കച്ചൻ എടത്തിനാൽ, ലത്തീഫ് കൊല്ലേരി,
കുഞ്ഞു മുഹമ്മദ്, ജൈനി, സിജോ, ഭഗത് സിംഗ്, ബാബു നെല്ലിക്കവിള എന്നിവർ നേതൃത്വം നൽകി. ഒരു ശതമാനം പോലും അതിശോക്തിയില്ല. ആർക്കാണ് വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ കഴിയുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പറയുന്നു ഈ സർക്കാരിന്റെ ചെയ്തികൾ ശരിയല്ല. സർക്കാർ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ട്. അഴിമതി മാത്രമാണ് ലക്ഷ്യം. അഴിമതിക്ക് മാത്രമായി വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന, അവരുടെ ജീവിതം തന്നെ താറുമാറാക്കുന്ന ഒരു വലിയ ഭീകര നിയമമായിരുന്നു, കരി നിയമമായിരുന്നു ഈ വനഭേദഗതി നിയമം. ആ വനഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. അബുദാബിയിൽ ഷിപ്പിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ആൾ കല്ലൂരിൽ അറസ്റ്റിൽ. കല്ലൂർ അരണാട്ടുകരക്കാരൻ 50 വയസ്സുള്ള ബാബുവിനെയാണ് പോലീസ് പിടികൂടിയത്. ഇരിങ്ങാലക്കുട സ്വദേശികളായ അതുൽ കൃഷ്ണയുടെ സഹോദരി ഭർത്താവ് എന്നിവർക്ക് അബുദാബിയിൽ ഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് 6 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നാണ് കേസ്. പരാതിക്കാരോട് ഓരോ സമയത്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ബാബു വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതെ സമയം നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ചെങ്ങാലിൽ നിന്നുമാണ് ഇയാളെ പിടിയിലായത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, ഇൻസ്പെക്ടർ അനീഷ് കരീം, SI CM ക്ലീറ്റസ്, പ്രൊബേഷൻ SI CP ജിജേഷ്, സീനിയർ CPOമാരായ ES ജീവൻ, M നൌഷാദ്, CPOമാരായ KS ഉമേഷ്, MM ഷാബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോൾപ്പാടങ്ങളിലെ ഉപ്പുരസം നിയന്ത്രിക്കുന്നതിനായി കർഷകരുടെ ആവശ്യം പരിഗണിച്ച് ബുധനാഴ്ച രാവിലെ 10 മുതൽ പീച്ചി ഡാമിൽ നിന്നും മണലിപ്പുഴയിലേക്ക് റിവേഴ്സ് ലൂയിസ് വഴി വെള്ളം തുറന്നുവിടും. KSEB ചെറുകിട വൈദ്യുത ഉൽപാദന നിലയം വഴിയാണ് വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നത്. മണലിപ്പുഴയിൽ പരമാവധി 30 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. മണലി, കരുവന്നൂർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പീച്ചി ഹെഡ് വർക്ക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ താലപ്പൊലി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഴകം വല്ലപ്പാടി ദേശത്തിന്റെ നേതൃത്വത്തിലാണ് ഇക്കൊല്ലത്തെ താലപ്പൊലി ആഘോഷം. 22 വൈകുന്നേരം 5 ആനച്ചമയ പ്രദർശനം, 6:30 മുതൽ വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. താലപ്പൊലി ദിവസമായ 23 രാവിലെ 6:10 പാട്ടാളി മുളയ്ക്കൽ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് കാളിമുടിയോടെ താലിവരവ്, തുടർന്ന് ദേശത്ത് താലപ്പൊലി കൊട്ടിയറിയിപ്പ് എന്നിവയുണ്ടാകും. 7 പെരുവനം ശങ്കരനാരായണന്റെ സോപാന സംഗീതം, 7:30 ശ്രീഭൂതബലി, 8 പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ പ്രമാണികത്വത്തിൽ പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് 12:30 കാവ്യരഘു അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, ഉച്ചകഴിഞ്ഞ് 2 കാഴ്ചശീവേലി, പല്ലാവൂർ ശ്രീധരന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, തുടർന്ന് പാണ്ടിമേളം, കുടമാറ്റം, രാത്രി 7:30 മുതൽ വിവിധ സമുദായങ്ങളുടെ താലിവരവ്, രാത്രി 8:05 വിദ്യാഭ്യാസ അവാർഡ് ദാനം, 8:30 കൊട്ടാരക്കര ശ്രീഭദ്രയുടെ നികുംബില ബാലെ, 9 പുലിയ സമുദായത്തിന്റെ കാളകളി വരവ്, 10 ആശാരി സമുദായത്തിന്റെ തട്ടിന്മേൽ കളി, 12 സാംബവ സമുദായത്തിന്റെ ദാരികൻ കാളി നൃത്തങ്ങളുടെ വരവ്, 12:15 കൊടകര തട്ടാന്മാരുടെ താലിവരവ്, 12:30 വിളക്കിന് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, 3:30 മേളം, വെടിക്കെട്ട് എന്നിവയുണ്ടാകും. 24 പുലർച്ചെ 6 മുതൽ ക്ഷേത്രത്തിലേക്ക് പാരമ്പര്യ അനുഷ്ഠാന കലകളുടെ വരവും ഉണ്ടാകും. എഴുന്നള്ളിപ്പിൽ 7 ആനകൾ അണിനിരക്കും. പാമ്പാടി രാജൻ തിടമ്പേറ്റും. വാർത്താ സമ്മേളനത്തിൽ പുത്തുകാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഏടാട്ട്, താലപ്പൊലി ആഘോഷ കമ്മിറ്റി കൺവീനർ AK പ്രേമൻ, ശശിധരൻ തൃക്കാശ്ശേരി എന്നിവർ പങ്കെടുത്തു. താലപ്പൊലി മഹോത്സവം കൊടകര ക്ഷേത്രത്തിൻ്റെ താലപ്പൊലി മഹോത്സവം ഇത്തവണത്തെ നടത്തിപ്പ് അഴകം വല്ലപ്പാടി ദേശമാണ്. ഈ അഴകം വല്ലപ്പാടി ദേശം ഓരോ വർഷവും ഓരോ ദേശങ്ങളാണ് മാറി മാറി വരാൻ. എന്തായാലും ഇത്തവണ നടത്തുന്നത് അഴകം വല്ലപ്പാടി ദേശമാണ്. ഈ താലപ്പൊലി മഹോത്സവത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു പ്രത്യേകത, താലപ്പൊലി ആഘോഷങ്ങൾക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും സമൃദ്ധമായ രീതിയിൽ ഭക്ഷണം, അന്നദാനം ഒരുക്കി ആഘോഷ കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, കൊടകര പുത്തുകാവ് ദേവീക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. പാരമ്പര്യ കലാകാരന്മാരുടെ താലിവരവ്, കാളിദാലിക നൃത്തങ്ങള്.
ദേവീക്ഷേത്രത്തിലെ കാലപരി മഹോത്സവത്തില് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുകയും ദേവിയുടെ അനുഗ്രഹം നൽകുകയുമാണ്. വരന്തരപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 5-ന് ഗണപതി ഹവനം, 5:30-ന് ശ്രീലകത്ത് എഴുന്നള്ളിപ്പ്, പഞ്ചവിംശതി കലശാഭിഷേകം, 8-ന് പന്തീരടി പൂജ, 8:30 മുതൽ 10:30 വരെ പഞ്ചവാദ്യ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ തുടർന്ന് ശ്രീഭൂതബലി, വൈകുന്നേരം 4 മുതൽ 4:45 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്, 5 മുതൽ 7 വരെ പാണ്ടിമേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പ്, 7-ന് ദീപാരാധന, 7:15 മുതൽ കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, തായമ്പക, രാത്രി 8-ന് ജിഞ്ചർ മീഡിയ അവതരിപ്പിക്കുന്ന മെഗാ ഈവ്, 10:30-നും 11:30-നും മധ്യേ മഹാഗുരുതി, ശനിയാഴ്ച പുലർച്ചെ 1:50 മുതൽ 3:20 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്, പുലർച്ചെ 4-ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, രാവിലെ 6:30-ന് ആറാട്ടെഴുന്നള്ളിപ്പ്, ആറാട്ടു കഞ്ഞി വിതരണം, തിരിച്ച് എഴുന്നള്ളിപ്പ്, ശേഷം കൊടിയിറക്കൽ, പഞ്ചവിംശതി കലശാഭിഷേകം, മംഗളപൂജ എന്നിവ നടക്കും. ജനുവരി 23 വ്യാഴാഴ്ച വൈകിട്ട് 5:30-ന് യുവജന സമിതിയും പാലക്കൽ ക്ഷേത്ര യോഗവും സംയുക്തമായി താലിവരവ് നടത്തും. തെക്കുമുറി ഐക്കരക്കുന്ന് മണലിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നു. തുടർന്ന് ചെറുമടത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ്, ശേഷം പള്ളിക്കുറപ്പ് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അനിൽ തൂമ്പായി, സുബ്രൻ ഇടശ്ശേരി, മോഹൻദാസ് മുളയ്ക്കൽ, ശ്രീദേവ് കാഞ്ഞിരക്കാടൻ എന്നിവർ പങ്കെടുത്തു. നമസ്കാരം. ഈ വർഷത്തെ വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ജനുവരി 23, 24 തീയതികളാണ് കൊണ്ടാടുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ വിശേഷങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുക, മാധ്യമങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പത്രസമ്മേളനം നമ്മളവിടെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ജനുവരി 15-ാം തീയതി മുതൽ തന്നെ അവിടെ ഉത്സവം കൂടി പാറപ്പുറപ്പാറ് തുടങ്ങി. ഉത്സവം അന്ന് മുതലേ ആരംഭിച്ചു. അതിനുശേഷം ജനുവരി 18-നായിരുന്നു കൊടിയേറ്റം. അതിനുശേഷം അന്ന് മുതലേ തന്നെ വിവിധ കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ വൈകിട്ട് അവിടെ കലാപരിപാടികൾ നടന്നു വരുന്നത്. പൂരമഹോത്സവമാണ് വരന്തരപ്പള്ളി വടക്കുമുറി ശ്രീ പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം. ഈ വർഷം ജനുവരി 24-ാം തീയതിയാണ് നമ്മൾ പൂരം ആഘോഷിക്കുന്നത്. പൂരത്തിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മള് പൂരത്തിന്റെ ദിവസം നമ്മൾ അന്ന് ഒരു വലിയ മെഗാ ഷോ നടത്തുന്നുണ്ട്. അത് തൃശ്ശൂർ സ്പാരോസ് എന്നുള്ള ഒരു കലാസമിതിയാണ് അത് നടത്തുന്നത്. ക്ഷേത്രത്തിനെ പറ്റിയൊരു ഐതിഹ്യമുണ്ട്. അത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്നത്തെ ചെറുമടത്തി ശശി തുടങ്ങിയവരുടെ പൂർവികരായിരുന്ന ചെറുമടത്തി രാവുണ്ണി എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാട്, അദ്ദേഹത്തിന്റെ പറമ്പായിരുന്ന ആ സ്ഥലം കാട് വെട്ടി തെളിക്കുന്ന സമയത്ത് അവിടെ ഒരു കാട്ടിൽ നിന്നും പാലച്ചോട്ടിൽ നിന്നും ഒരു വിഗ്രഹം കണ്ടുകിട്ടി. ആ വിഗ്രഹത്തെ എടുത്തുകൊണ്ട് അത് അറിഞ്ഞപ്പോൾ അവരുടെ രക്തം കണ്ടു എന്നാണ് പറയുന്നത്. നമ്മുടെ പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ച് പൂരത്തിന്റെ 3 ദിവസത്തെ മെയിൻ ചടങ്ങുകളാണ്. 23-ാം തീയതി താലിവരവ്, 24-ാം തീയതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം, 25-ാം തീയതി ആറാട്ട് മഹോത്സവം. ഈ 3 ദിവസത്തിലെ നമ്മളുടെ ചെറിയ ചെറിയ പരിപാടികളോടുകൂടി തുടങ്ങി ഈ 3 ദിവസത്തെ മെയിൻ വലിയ പരിപാടികളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യത്തെ പരിപാടി വരുന്നത് ക്ഷേത്രത്തിലത്തെ താലിവരവാണ്. മുത്തുരത്നക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ത്രയോദർശനം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 6 മുതൽ 10 വരെ പഞ്ചാമൃതം, നിവേദ്യം, പ്രസാദ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 8 മുതൽ അന്നദാനവും നടത്തും. വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് ബുധനാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 6-ന് നടക്കുന്ന തിരുനാൾ കൊടിയേറ്റ് ചടങ്ങിന് ഫാദർ ഡേവി കാവുങ്ങൽ കാർമ്മികനാകും. ശനിയാഴ്ച രാവിലെ 6-ന് ഫാദർ ഡോണൽ പുലിക്കോട്ടിൽ കാർമ്മികനായ വിശുദ്ധ കുർബാന, രാവിലെ 7-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഷൈസൻ പുറത്തൂർ കാർമ്മികനാകും. ലതീൻ നൊവേന കൂടുതുറക്കൽ ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 7-ന് പകൽ അമ്പ് സമാപനം. രാത്രി
11:30 അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ സമാപിക്കുന്നു. ഞായറാഴ്ച രാവിലെ 6 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിൻഡോ കല്ലൂക്കാരനും രാവിലെ 7:15 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സിന്ധു തോട്ടിയാനും കാർമ്മികരാകും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസ് കേളമ്പറമ്പിൽ സന്ദേശം നൽകും. ഫാദർ പ്രവീൺ പുത്തൻചിറക്കാരൻ സഹകാർമ്മികനാകും. വൈകുന്നേരം 4 ഫാദർ ജെൽജോ വെള്ളിയന്നുകാരൻ കാർമ്മികനായ ദിവ്യബലി, 4:45 തിരുസ്വരൂപം എഴുന്നള്ളിപ്പ്, വൈകിട്ട് 7:15 ഫാൻസി വെടിക്കെട്ട് എന്നിവയാണ് ചടങ്ങുകൾ. തിങ്കളാഴ്ച രാവിലെ 6 വിശുദ്ധ കുർബാന, 7 മരിച്ചുപോയവർക്കുള്ള അനുസ്മരണ ബലി, വൈകിട്ട് 7 മെഗാ ഫ്യൂഷൻ ഷോ, വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജിയോ ആലനോലിക്കൽ, കൈക്കാരൻ ജോഫി അരങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഷൈജു പട്ടിക്കാട്ടുകാരൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡേവിഡ് W. അക്കര എന്നിവർ പങ്കെടുത്തു. പ്രിയമുള്ളവരെ, വരദരപ്പള്ളി വിമല ഹൃദയ ഇടവക ദേവാലയത്തില് ഈ വരുന്ന ജനുവരി 25, 26, 27 തീയതികളിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. ഈ തിരുനാൾ പരിപാടികളിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. തിരുനാളിനൊരുക്കമായുള്ള കൊടിയേറ്റം ബുധനാഴ്ച 22-ാം തീയതി വൈകിട്ട് 6 മണിക്ക് നടത്തപ്പെടുന്നതായിരിക്കും. നമുക്ക് 22-ാം തീയതി കൊടികയറ്റവും അതിനെ തുടർന്ന് ശനിയാഴ്ച അമ്പ് പ്രദക്ഷിണം. നമ്മള് 7 സമുദായങ്ങള് 7:30 ബാക്കി 7 സമുദായങ്ങള് വൈകിട്ട് 12 മണിക്കും കയറാനുള്ള ക്രമീകരണമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ച പ്രദക്ഷിണത്തോടനുബന്ധിച്ച് വർണ്ണമഴയും തുടർന്ന് ഒരു ലൈറ്റ് ഷോയും ബാൻഡ് വാദ്യവും ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ പള്ളിയിലെ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് ബുധനാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 5:30 ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിക്കും. 24 വൈകുന്നേരം 5:30 ചിക്കാഗോ രൂപത ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്തിൽ പ്രസിഡന്റി വാഴ്ച, ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവയുണ്ടാകും. 7 ചാലക്കുടി DSP PK സുമേഷ് ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്യും. 25 രാവിലെ 6:15 ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, പ്രസിഡന്റി വാഴ്ച, ലതീഞ്ഞ്, നൊവേന, രൂപം എഴുന്നള്ളിച്ചു വെക്കൽ, തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്. രാത്രി 11 അമ്പ് പ്രദർശനം സമാപനം. 26 രാവിലെ 10 നടക്കുന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് മാപ്രാണം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോണി മേനാച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ റാഫേൽ പുത്തൻവീട്ടിൽ സഹകാർമ്മികത്വം വഹിക്കും. വലപ്പാട് കപ്പൂച്ചിൻ ആശ്രമം സുപ്പീരിയർ ഫാദർ ചെറിയാൻ മാളിയേക്കൽ സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 3 ഫാദർ ആൻഡോ വട്ടോലിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദർശനം. രാത്രി 7 ഗാനമേള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ P. വാഹിദ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ, ജനറൽ കൺവീനർ പോളി ജോസഫ് മാഞ്ഞാങ്ങ, കൈക്കാരൻ ജോസഫ് കളമ്പാടൻ, ജോയിന്റ് കൺവീനർ ജോസ് പായപ്പൻ, പബ്ലിസിറ്റി കൺവീനർ ജോൺസൺ ചാക്യത്ത് എന്നിവർ പങ്കെടുത്തു. ഇടവക മധ്യസ്ഥരായിരിക്കുന്ന പരിശുദ്ധ തിരുകുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 88ാം തിരുനാൾ ആഘോഷങ്ങൾ നാളെ ജനുവരി 22 മുതൽ ആരംഭിക്കുന്നു. ജനുവരി 27 തിങ്കളാഴ്ച ആണ് തിരുനാളിന്റെ സമാപനം. പഴയ കാലത്ത് ആൾക്കാർ പറയും ജനുവരി മാസം മകരമാസം എന്ന് പറയാം. മകരത്തിരുന്നാൾ, അതായത് ദാരിദ്ര്യമുള്ള കാലൊക്കെയായിരുന്നു പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് മഴ പെയ്ത് കർഷകരെ ജീവിക്കുന്ന കുടിയേറ്റ മേഖലയാണ് വെള്ളിക്കുളങ്ങര എന്ന് പറയുന്നത്. അവിടെ നെല്ലും കൃഷിയും വാഴയും അങ്ങനത്തെ കൃഷികളാണ്. ഈ സമയത്താണ് റബ്ബറുള്ളവർക്ക് വെട്ടി കിട്ടുന്ന മഞ്ഞുള്ള സമയം ഡിസംബർ കഴിഞ്ഞിട്ട് വരുന്ന ജാനുവരി. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഗയുടെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തിങ്കളാഴ്ച വൈകിട്ട് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. ചൊവ്വാഴ്ച രാവിലെ ഫാദർ സനു കളത്തിപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടൊപ്പം പ്രസിദ്ധി വാഴ്ചയും കൂടുതുറക്കൽ ശുശ്രൂഷയും നടന്നു. വൈകിട്ട് വിശുദ്ധരെ പ്രകീർത്തിച്ച് വേസ്പരയും വർണ്ണമഴയും നടന്നു. തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന,
10:30 ഫാദർ ജാക്സൺ തെക്കേക്കര കാർമ്മികനായി ആഘോഷമായ തിരുനാൾ കുർബാന ഉണ്ടായിരിക്കും. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ സന്ദേശം നൽകും. ഫാദർ സനു കളത്തിപ്പറമ്പിൽ സഹകാർമ്മികനാകും. വൈകുന്നേരം 4 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ലിൻഡേഴ്സ് വെല്ലപ്പാടി കാർമ്മികനാകും. തുടർന്ന് പ്രദക്ഷിണം, വർണ്ണമഴ, ബാൻഡ് വാദ്യം എന്നിവ നടക്കും. വ്യാഴാഴ്ച രാവിലെ 6 മരിച്ചവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലി, വൈകുന്നേരം 4:30 ജപമാല, വിശുദ്ധ കുർബാന, വൈകിട്ട് 7 ഗാനമേള എന്നിവ ഒരുക്കും. അതിരപ്പിള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയും 20 അംഗ സംഘവും ബുധനാഴ്ച അതിരപ്പിള്ളിയിലെത്തും. കുങ്കിയാനകളെ ഉപയോഗിച്ച് പരിക്കേറ്റ ആനയെ പിടികൂടിയ ശേഷമാകും ചികിത്സ ആരംഭിക്കുക. അതിരപ്പിള്ളി ഏഴാറ്റുമുഖം ഭാഗത്താണ് മസ്തകത്തിൽ പരിക്കേറ്റ് വ്രണമായ നിലയിൽ കൊമ്പനാനയെ കണ്ടെത്തുന്നത്. ആനയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു. മുറിവിൽ നിന്നും പഴുപ്പ് ഒഴുകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സഹിതമായിരുന്നു വാർത്തകൾ. ഇതോടെ ആനയെ ചികിത്സിക്കാൻ വനം വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയ്ക്ക് ചികിത്സാ ചുമതലകൾ നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അരുണും 20 അംഗ സംഘവും ബുധനാഴ്ച അതിരപ്പിള്ളിയിലെത്തുന്നത്. ആനയെ പിടികൂടുന്നതിനായി വിക്രം, സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും ബുധനാഴ്ച അതിരപ്പിള്ളിയിൽ എത്തിക്കും. ആനയെ മയക്കുവെടിവെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം. ചികിത്സ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വെറ്ററിനറി ഡോക്ടർമാരായ ഡേവിഡ്, ബിനോയ്, മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാലടി 2-ാം ബ്ലോക്ക് പ്ലാന്റേഷൻ പ്രദേശത്തുള്ള ആനയെ നിരീക്ഷിച്ചു വരികയാണ്. തൃശൂർ എറണാകുളം ജില്ലാ അതിർത്തി പ്രദേശമായതിനാൽ വാഴച്ചാൽ, ചാലക്കുടി, മലയാറ്റൂർ DFOമാരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് വാർഷികത്തോടനുബന്ധിച്ച് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VB ശോഭനാകുമാരി അധ്യക്ഷത വഹിച്ചു. MT കഥകളുടെ സമാഹൃത ഗ്രന്ഥം റീന ജി തറയിൽ തയ്യാറാക്കി ലൈബ്രറിയിലേക്ക് കൈമാറി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം P തങ്കം, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K സുകുമാരൻ, ML ആൻഡു, TM രാമൻകുട്ടി, PV ദേവസി, AK ലിസി, ജോസ് മാത്യു, KL ആനി എന്നിവർ പ്രസംഗിച്ചു. ഈ മനോഹര ഭൂമിയിൽ നിന്നും എനിക്ക് പോകാൻ കഴിയില്ല എന്ന് കഴിയുന്നതുമായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പിറവിയെടുത്ത നാൾ മുതൽ 2017 ഞാൻ ഓർക്കുന്നത് രസതന്ത്രത്തിന് വേണ്ടി രസതന്ത്രത്തിൽ നോബൽ പുരസ്കാര ജേതാവായ ജോൺ ബി ഗുഡിനം എന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ടായി. മനസ്സു നന്നാവട്ടെ, മതമേലും തിരുമാവട്ടെ, മാനവകൃത്യം ചില്ലയിലെല്ലാം. വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായിരുന്ന യൂട്യൂബർ മണവാളനെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. 10 മാസം ഒളിവിലായിരുന്ന പ്രതി മുഹമ്മദ് ഷഹീൻ ഷായെ കൊടുകിൽ നിന്ന് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കേളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് മണവാളൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷഹീൻ ഷായെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 19-നായിരുന്നു സംഭവം. മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതിനു ശേഷം ഒളിവിലായിരുന്നു മുഹമ്മദ് ഷാഹിൻ ഷാ. ഇയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തൃശൂർ എരനല്ലൂർ സ്വദേശിയാണ് മുഹമ്മദ് ഷാൻ ഷാ എന്ന 26-കാരൻ. യൂട്യൂബിൽ 15 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഉടമയാണ്. കേളവർമ്മ കോളേജിന് സമീപത്ത് വെച്ച് മദ്യപാന തർക്കത്തിലാണ് വിദ്യാർത്ഥികളെ പിന്തുടർന്നെത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് മണവാളൻ ഒളിവിൽ പോയത്. കുട്ടനല്ലൂർ ശ്രീ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്റർ കോളേജിയറ്റ് മാനേജ്മെന്റ് ഫെസ്റ്റ് ബുധനാഴ്ച നടക്കും. 1.5 ലക്ഷത്തോളം രൂപ സമ്മാന തുകയുള്ള ഫെസ്റ്റിൽ 15-ൽ പരം മാനേജ്മെന്റ്, നോൺ മാനേജ്മെന്റ് ഇനങ്ങളിലായി 1000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. കോമേഴ്സ് വിഭാഗം മേധാവി PK വിജയൻ, അധ്യാപകരായ ഡോക്ടർ അജിത റാണി, ഉണ്ണികൃഷ്ണൻ, VC സന്തോഷ്, വിദ്യാർത്ഥി പ്രതിനിധികളായ റൊണാൾഡ് നെൽസൺ, ആകാശ് സുരേഷ് എന്നിവർ നേതൃത്വം നൽകും. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് UP സ്കൂളിലെ വാർഷികം ജനുവരി 28-ന് വൈകിട്ട് 5-ന് ആഘോഷിക്കും. പുതുക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം നിർവഹിക്കും. നിർമ്മല പ്രോവിൻസ് വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഷീല അധ്യക്ഷത വഹിക്കും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും.
തലോർ ലിറ്റിൽ ഫ്ലവർ LP വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സന്ധ്യയുടെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് 5:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് കലാവിരുന്നും ഒരുക്കും. കുട്ടനെല്ലൂർ LM LP സ്കൂളിന്റെ 99ാം വാർഷികവും ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് വാർഷികാഘോഷങ്ങൾ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വാർഡ് കൌൺസിലർ ശ്യാമള വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും. പുതിയതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം P ബാലചന്ദ്രൻ MLA നിർവഹിക്കും. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും എന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപിക സ്മിത പോൾ, കൌൺസിലർ ശ്യാമള വേണുഗോപാൽ, ശതാബ്ദി ആഘോഷ കൺവീനർ MN ശശിധരൻ, OSA പ്രസിഡന്റ് തോമസ് കാളിയങ്കര, PTA പ്രസിഡന്റ് ജോയ്സൺ തേർമടം എന്നിവർ പങ്കെടുത്തു. ഒരുപാട് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നേ ഇന്ന് ശതാബ്ദിയുടെ പടിവാതിൽക്കൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ വാർഷികവും 99ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും തൃശൂർ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂളിന്റെ 99ാം വാർഷികവും 100ാം വാർഷിക പ്രഖ്യാപനം നമ്മൾ നടത്തുന്നത് നമ്മുടെ മന്ത്രി K രാജനാണ് ആ പ്രഖ്യാപനം നടത്തുന്ന ഉദ്ഘാടനം നടത്തുന്നത്. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ചെങ്ങാലൂർ സ്വദേശി ചികിത്സാ സഹായം തേടുന്നു. കണ്ണമ്പത്തൂർ ചിറയത്ത് വീട്ടിൽ 50 വയസ്സുള്ള ജോസ് ആണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. വരാക്കരയിൽ വെച്ച് നടന്ന വാഹനാപകടത്തിലാണ് ജോസിന് ഗുരുതരമായി പരിക്കേറ്റത്. കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലാണ് ജോസിന്റെ ചികിത്സ നടക്കുന്നത്. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്നതാണ് ജോസിന്റെ കുടുംബം. കൂലിപ്പണിക്കാരനായ ജോസ് ആയിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. നിർധനരായ കുടുംബത്തിന് ജോസിന്റെ ചികിത്സ തുടർന്ന് നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. KK രാമചന്ദ്രൻ MLA, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് എന്നിവർ രക്ഷാധികാരികളായും പഞ്ചായത്ത് അംഗം സുമാ ഷാജു ചെയർപേഴ്സണായും ജയൻ തെക്കുംപുറം കൺവീനറായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആമ്പല്ലൂർ ശാഖയിൽ CA ജോസിന്റെ പേരിലുള്ള അക്കൗണ്ടിൽ സഹായങ്ങൾ നൽകാവുന്നതാണ്. അക്കൗണ്ട് നമ്പർ 402121054594. IFSC കോഡ് KLGB 00402922. വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 8281349609. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ നോഡൽ സെന്റർ ഫോർ എലിയൻ ഇൻഫാസിവ് സ്പീഷീസ് റിസർച്ച് ആൻഡ് മാനേജ്മെന്റിൽ പ്രോജക്ട് ഫെല്ലയുടെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. സുവോളജി, ബോട്ടണി, ജോഗ്രഫി, ലൈഫ് സയൻസ് എന്നീ വിഷയങ്ങളിൽ ഫസ്റ്റ് ക്ലാസോടെയുള്ള ബിരുദാനന്തര ബിരുദവും ഇൻവെൻഷൻ ഇക്കോളജിയിലുള്ള പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. അപേക്ഷകരുടെ പ്രായപരിധി 36 വയസ്സാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 27 രാവിലെ 10-ന് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ PG ഓഫീസിൽ നടക്കുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിശദ വിവരങ്ങൾക്ക് www.kfri.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9072592412, മറ്റൊരു നമ്പർ 9072592416 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7450 രൂപയും പവന് 59,600 രൂപയും രേഖപ്പെടുത്തി. വെണ്ടോർ ചെറുവത്തൂർ കല്ലൂക്കാരൻ അന്തോണി ഭാര്യ അന്നമ്മ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമന, ജാൻസി, ജെസ്സി, പരേതനായ തമ്പി എന്നിവർ മക്കളും. ആൻഡോ, ഡേവിസ്, മിനി, പരേതനായ ജോർജ് എന്നിവർ മരുമക്കളുമാണ്.
കല്ലൂർ ഞെള്ളൂർ കരുവാൻ രാധാകൃഷ്ണൻ ഭാര്യ ചന്ദ്രു അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുക്കാട് മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിലെ 20 റോഡുകൾക്കായി 600 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. പച്ചളിപ്പുറം കല്ലുപാലം ഭാഗത്ത് നവീകരണം ആരംഭിച്ചതിനാൽ മണ്ണമ്പേട്ട മാവിൻചോട് റോഡിൽ ഗതാഗതം നിരോധിച്ചു. വലിയ വെള്ളക്കെട്ടുണ്ടാവുന്ന ഭാഗത്ത് ഇന്റർലോക്ക് ടൈൽ വിരിക്കലും കല്ലുപാലത്തിൽ കോൺക്രീറ്റിംഗുമാണ് നടത്തുന്നത്. ജനവാസ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കിങ്ങൽ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. അബുദാബിയിൽ ഷിപ്പിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ കല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കല്ലൂർ അർണാട്ടുകരക്കാരൻ 50 വയസ്സുള്ള ബാബുവിനെയാണ് പോലീസ് പിടികൂടിയത്. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ താലപ്പൊലി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരന്തരപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വരന്തരപ്പള്ളി വിമലകൃത പള്ളിയിലെ അമ്പു തിരുനാളിന് ബുധനാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ പള്ളിയിലെ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനസിന്റെയും സംയുക്ത തിരുനാളിന് ബുധനാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.